വെൽക്കം ടു ഫോക്കസ് SSC RRB. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബയോളജിയിലെ ടോപ്പ് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് 1 നമ്മൾ പ്ലാന്റ്സിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സെഷനിൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് കൂടുതൽ ഓപ്ഷൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് അപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ ദ പ്ലാന്റ് ബോഡി? അതായത് അപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പ്ലാന്റ് ബോഡിയിലെ പൊസിഷൻ എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, at the growing tips of the stems and root, near the root region only, on the lateral side of the stem and root, on the near to the node. അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് വെച്ചാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്ലാന്റ്സിന് ഗ്രോത്ത് നൽകുന്ന ടിഷ്യൂസാണ്. അത് പ്ലാന്റിൻ്റെ ടിപ്സിലാണ് കാണാം. അതായത് ഷൂട്ട് ടിപ്പിലും റൂട്ട് ടിപ്പിലും കാണാം. മെയിനായിട്ട് മൂന്ന് ടൈപ്പ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ് ഉള്ളത്. അപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ഇൻ്റർകലറി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അതിൽ അപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രോത്തും, ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്ലാന്റിന് തിക്നെസ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂസാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The dash moves water and minerals obtained from soil while transport product of photosynthesis from the leaves where they synthesis to other parts of the plant. അതായത് വാട്ടർ ആൻഡ് മിനറൽസ് സോയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ട് അത് ട്രാൻസ്പോർട്ട് ഫോട്ടോസിന്തസിസിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ കോളങ്കൈമ പാരങ്കൈമ, ഓപ്ഷൻ ബി പാരങ്കൈമ കോളങ്കൈമ, ഓപ്ഷൻ സി ഫ്ലോയം സൈലം, ഓപ്ഷൻ ഡി സൈലം ഫ്ലോയം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ സൈലം ഫ്ലോയം. അതിൽ സൈലം വാട്ടറിനെ ക്യാരി ചെയ്യും, ഫ്ലോയം മിനറൽസിനെ ക്യാരി ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ സിന്തറ്റിക് ഓക്സിൻ 2,4-D ഈസ് കോമൺലി യൂസ്ഡ് ആസ്. 2,4-D എന്ന് പറഞ്ഞ എലമെൻറ്റ് ഓക്സിൻ നമ്മൾ കോമൺലി എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതൊരു ഹെർബിസൈഡാണ്. ഹെർബിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റ് വീഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹെർബിസൈഡാണ്. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ സിഗ്നലിംഗ് ഹോർമോൺ, ഡിഫൻസ് ഹോർമോൺ, സ്ട്രെസ് ഹോർമോൺ, 3 ടൈപ്പ് ഹോർമോൺസ് ആണുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. സിഗ്നലിംഗ് ഹോർമോണിൻ്റെ എക്സാമ്പിൾ എന്താണ്? അഡ്രിനാലിൻ ഒരു സിഗ്നലിംഗ് ഹോർമോണാണ്. അത് ബോഡിയിൽ കാണുന്നതാണ്, ഹ്യൂമൻ ബോഡിയിൽ കാണുന്നതാണ്. അത് ഇൻസ്റ്റൻറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ഡിഫൻസ് ഹോർമോൺ ഒരു എക്സാമ്പിൾ പറയാം, അബ്സസിക് ആസിഡ്. അതൊരു ഡിഫൻസ് ഹോർമോണാണ്. അത് എന്താ? പാത്തജൻ ഉള്ളിൽ കയറുന്നത് തടയും. ഒരു സ്ട്രെസ് ഹോർമോൺ എക്സാമ്പിൾ എന്താണ്? കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോണാണ്. റവോൾഫിയ സെർപ്പൻറ്റീന ആണ് എന്താണ്? ഓപ്ഷൻ എ പോയ്സണസ് സ്നേക്ക്, ഓപ്ഷൻ ബി കോൺട്രിബ്യൂട്ടിംഗ് ഓർഗാനിസം ഓഫ് എയ്ഡ്സ്, ഓപ്ഷൻ സി ഹെൽമിന്ത് പാരസൈറ്റ്, ഓപ്ഷൻ ഡി മെഡിസിനൽ പ്ലാന്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മെഡിസിനൽ പ്ലാന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഡെവലപ്സ് ഫ്രൂട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ?
Questions: what develop fruit after fertilization? Option A style, option B anther, option C stigma, ഓപ്ഷൻ ഡി ഓവറി. ചോദ്യം എന്താ വെച്ചാൽ ഫെർട്ടിലൈസേഷന് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? യെസ്, ഓവറിയാണ് ഉത്തരം. ഓവറിയാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ടു ബഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ ഹൈഡ്ര? അതായത് ഹൈഡ്രയിലെ ബഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് സ്പോർ, ഓപ്ഷൻ ബി സെൽ ഡിവിഷൻ അറ്റ് വൺ സൈഡ്, ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ് കറക്റ്റ്, ഓപ്ഷൻ ഡി സ്പ്ലിറ്റിംഗ് ഓഫ് സൈറ്റോപ്ലാസം. ഓപ്ഷൻ ബി സെൽ ഡിവിഷൻ അറ്റ് വൺ സൈറ്റ് ആണ് ഉത്തരം. ഹൈഡ്ര എന്ന് വെച്ചാൽ ഒരു അണ്ടർ വാട്ടർ ഓർഗാനിസമാണ്. അതിൻ്റെ അകത്ത് ഒറ്റൊരു സൈഡിൽ തന്നെ, അതായത് സെൽ ഡിവിഷൻ റാപ്പിഡായിട്ട് നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ തന്നെ റാപ്പിഡായിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, അവിടെ പുതിയൊരു ബഡ് ഫോർമേഷൻ നടക്കുകയും പുതിയൊരു ഹൈഡ്രയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് പ്രോസസ്സ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഓവറി ഇൻ ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ പ്ലാന്റ്? അതായത് ഓവറിൻ്റെ പ്രോസസ്സ് എന്താണ് പ്ലാന്റ് ഫെർട്ടിലൈസേഷനിലാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൊഡ്യൂസ് പോളൻ, ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ദ പോളൻ ഗ്രെയിൻസ്, ഓപ്ഷൻ സി പ്രൊഡ്യൂസ് എഗ് സെൽ, ഓപ്ഷൻ ഡി സ്റ്റോർ മെയിൽ ഗാമീറ്റ്. ഉത്തരം ടു പ്രൊഡ്യൂസ് എഗ് സെൽ. എഗ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓവറിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? പോളൻ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്തറിൽ നിന്നാണ്. ആന്തർ മെയിൽ പാർട്ടാണ് പ്ലാന്റിൻ്റെ, അവിടെ നിന്നാണ് പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പോളൻ ഗെയിൻസിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ടപ്പീറ്റം. ടപ്പീറ്റമാണ് പോളൻ ഗെയിൻസിന് ന്യൂട്രിയൻസ് പറയുന്നത്. അതായത് മെയിൽ ഗാമേറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? അതാണ് പോളൻ. അവിടെയാണ് മെയിൽ ഗാമേറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്നാണ്? ഓപ്ഷൻ എ ഫ്രൂട്ട്, ഓപ്ഷൻ ബി ലീവ്സ്, ഓപ്ഷൻ സി സീഡ്സ്, ഓപ്ഷൻ ഡി ഫ്ലവർ. ഓപ്ഷൻ സി സീഡ്സ് ആണ് ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പോളിനേഷൻ? പോളിനേഷൻ്റെ മെത്തേഡ് അല്ലാത്ത ടൈപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെൽഫ് പോളിനേഷൻ, ഓപ്ഷൻ ബി വാട്ടർ പോളിനേഷൻ, ഓപ്ഷൻ സി വിൻഡ് പോളിനേഷൻ, ഓപ്ഷൻ ഡി അസെക്ഷൽ പോളിനേഷൻ. ഓപ്ഷൻ ഡി അസെക്ഷൽ പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിലെ തന്നെ രണ്ട് പാർട്ട്, അതായത് രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പോളിനേഷനാണ് സെൽഫ് പോളിനേഷൻ. വാട്ടർ പോളിനേഷൻ എന്നാൽ ത്രൂ വാട്ടർ. ത്രൂ വാട്ടർ. വിൻഡ് പോളിനേഷൻ എന്താ? ത്രൂ വിൻഡ്. വിച്ച് പാർട്ട് ഓഫ് ബ്രയോഫില്ലം പ്ലാന്റ് ഡെവലപ്സ് ന്യൂ പ്ലാന്റ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ബ്രയോഫില്ലം പ്ലാന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഏത് പാർട്സിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റെം, ഓപ്ഷൻ ബി ഫ്ലവേഴ്സ്, ഓപ്ഷൻ സി ലീവ്സ്, ഓപ്ഷൻ ഡി റൂട്ട്. ഓപ്ഷൻ സി ലീവ്സ് ആണ് ഉത്തരം. വിച്ച് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് ഓർ ആർ എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തലാമസ്, ഓപ്ഷൻ ബി പോളൻ ഗ്രെയിൻസ്, ഓപ്ഷൻ സി പെറ്റൽസ്, ഓപ്ഷൻ ഡി സെപ്പൽസ്.
ഓപ്ഷൻ ബി പോളൻ ഗ്രെയിൻസ് ആണ്, ഒവ്യൂളാണ് ഉത്തരം. The pollen needs to be transferred from the stamen to stigma. If the transfer of pollen grains occur in the same plant, this phenomenon is known as. അതായത് പോളൻ ഗ്രെയിൻസ് സ്റ്റേമിനിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിം ഫ്ലവറിലെ തന്നെയാണ് എങ്കിൽ അതിനെന്താണ് പറയുക, ആ പ്രോസസ്സിന് എന്താണ് പറയുക? ഓപ്ഷൻ എ ഫെർട്ടിലൈസേഷൻ, ഓപ്ഷൻ ബി ക്രോസ് പോളിനേഷൻ, ഓപ്ഷൻ സി സ്പോർ ഫോർമേഷൻ, ഓപ്ഷൻ ഡി സെൽഫ് പോളിനേഷൻ. ഓപ്ഷൻ ഡി സെൽഫ് പോളിനേഷൻ. ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു, സെൽഫ് പോളിനേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. അതുപോലെ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ് തമ്മിലുള്ള പോളിനേഷനാണ് ക്രോസ് പോളിനേഷൻ. Root of a plant always grows downwards, while shoot of the plant usually grows upwards and away from the earth. The upward and downward of the shoot and root is known as. അതായത് പ്ലാന്റ്സിൻ്റെ റൂട്ട് എപ്പോഴും താഴോട്ടും ഷൂട്ട് എപ്പോഴും മുകളിലോട്ടാണ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ മുകളിലോട്ടും താഴോട്ടുള്ള ഗ്രോത്തിനെ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈഡ്രോട്രോപ്പിസം, ഓപ്ഷൻ ബി ജിയോട്രോപ്പിസം, ഓപ്ഷൻ സി കീമോട്രോപ്പിസം, ഓപ്ഷൻ ഡി ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ്. ഓപ്ഷൻ ബി ജിയോട്രോപ്പിസം ആണ് ഉത്തരം. ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഷൂട്ടും റൂട്ടും, അതായത് ഷൂട്ട് അപ്വേർഡ് ഡയറക്ഷനിലും റൂട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലും ഗ്രോ ചെയ്യുന്നതിനെ പറയാവുന്നതാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോട്രോപ്പിസം? അതായത് വാട്ടറിൻ്റെ പ്രസൻസിലേക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ചെയ്യുന്നതിന് പറയുന്നത് ഹൈഡ്രോട്രോപ്പിസം. കീമോട്രോപ്പിസമോ കെമിക്കൽ പ്രസൻസിലേക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് പറയുന്നവരാണ് കീമോട്രോപ്പിസം. The tissue which makes the plants hard and stiff and provides strength to the plant part is the. Option A sclerenchyma, option B parenchyma, option C chlorenchyma, option D collenchyma. ഓപ്ഷൻ എ കോളൻകൈമാറ്റിക് സെൽസ് ആണ് പ്ലാന്റ്സിന് ഹാർഡ്നെസ്സും സ്റ്റിഫ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നതും പ്ലാന്റ്സിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. എയറൻകൈമ എന്താണ്? എയറൻകൈമയിലാണ് എയർ പോർസ് കാണുക, അതായത് സെൽസിൻ്റെ അകത്ത് എയർ പോർസ് ആണ്. അത് കൂടുതലായിട്ട് കാണുന്നത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, അതായത് വാട്ടർ പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് കാണുക. Which of the following tissues is present in the stem around vascular bundles in the veins of the leaves and hard covering seeds of the nuts? അതായത് ഏത് ടിഷ്യൂസ് ആണ് വാസ്കുലർ ബണ്ടിൽസിന് ചുറ്റും, പ്ലാന്റ്സിൻ്റെ വെയിൻസിന് ചുറ്റും, അതുപോലെ സീഡ്സിനും നട്ട്സിനും കവർ ചെയ്തിട്ട് കാണുന്ന ടിഷ്യൂസ് ഏതാണെന്നാണ് ചോദ്യം. അത് സ്ക്ലീറൻകൈമാറ്റിക് സെൽസ് ആണ് അതിൻ്റെ ഉത്തരം. Which hormone is present greater concentration in areas of rapid cell division and promote cell division? അതായത് ഏത് ഹോർമോണിൻ്റെ കോൺസെൻട്രേഷനാണ് സെൽ ഡിവിഷൻ നടക്കുന്ന ഏരിയയിൽ കൂടുതലായി കാണുക, അത് ആൻഡ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ, സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൈറ്റോകൈനിൻ, ഓപ്ഷൻ ബി അബ്സിസിക് ആസിഡ്, ഓപ്ഷൻ ഡി ഗിബർലിൻസ്, ഓപ്ഷൻ ഡി ഓക്സിൻസ്. ഓപ്ഷൻ എ സൈറ്റോകൈനിൻസ് ആണ് ഉത്തരം. സൈറ്റോകൈനിൻസ് ആണ് പ്ലാന്റിന് സെൽ ഡിവിഷനും പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അബ്സിസിക് ആസിഡ് എന്താണ്? സ്റ്റോമൽ എൻക്ലോഷർ, അതായത് സ്റ്റൊമാറ്റൽ എൻക്ലോഷർ, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ
ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്ങിന് പ്രൊമോട്ട് ചെയ്യുന്ന സെൽസാണ്. അതുപോലെ സീഡിനും ബഡിനും ഡോർമെൻസി പ്രൊവൈഡ് ചെയ്യും. പിന്നെ സ്ട്രെസ് റെസ്പോൺസ് അബ്സിസിക് ആസിഡായിരുന്നു പ്ലാന്റ്സിൽ കൂടുതലായി കാണിക്കുന്നത്. പിന്നെ ജിബർലിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ് ജിബർലിൻസ്. പിന്നെ സെനസെൻസ് നടത്തും. അതായത് സെനസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്ലാന്റിൻ്റെ ആൻറ്റി ഏജിങ്, അതായത് പ്ലാന്റിൽ ഗ്രോത്ത് അധികം കാണിക്കാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് ജിബർലിൻ ഹോർമോൺ യൂസ് ചെയ്യുന്നത്. ഓക്സിൻ എന്താണ്? ഓക്സിൻ എന്ന് പറഞ്ഞാൽ സെൽ ഇലോങ്ങേഷൻ, അതായത് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് സെൽ ഇലോങ്ങേഷൻ. പിന്നെ അപ്പിക്കൽ ഡൊമിനൻസ്, അതായത് കൂടുതലായിട്ട് കാണുക അപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് സെൽസിലാണ്. അവിടെ എന്താ വെച്ചാൽ കൂടുതൽ സെൽ എലോങ്ങേഷൻ ചെയ്യുമ്പോൾ പ്ലാന്റിന് ഗ്രോത്ത് കിട്ടും. പിന്നെ ഫോട്ടോട്രോപ്പിസം ആൻഡ് ഗ്രാവിട്രോപ്പിസം, അതായത് പ്ലാന്റിൻ്റെ അപ്പിക്കൽ മെരിസ്റ്റം, അതായത് ഷൂട്ടിലും റൂട്ടിലാണ് ഇത് കാണുക. അതായത് ഓക്സിൻ ഷൂട്ടിലും റൂട്ടിലും ആയിരിക്കും കാണുക. അപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലോട്ട്, അതായത് പ്ലാന്റ് മുകളിലോട്ട് ഗ്രോ ചെയ്യാനും, ഗ്രാവിട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് താഴോട്ട് ഗ്രോ ചെയ്യുന്ന പ്രോസസ്സാണ്. Which of the following is absent in the cell of meristematic tissues? Meristematic tissuesൽ ആബ്സെൻ്റ് ആയിട്ടുള്ള സെൽസ് ഏതാണ്? ഓപ്ഷൻ എ ന്യൂക്ലിയൈ, ഓപ്ഷൻ ബി വാക്യൂൾ, ഓപ്ഷൻ സി സെൽ വാൾ, ഓപ്ഷൻ ഡി സൈറ്റോപ്ലാസം. ഓപ്ഷൻ ബി വാക്യൂൾസ് ആണ് ഉത്തരം. Which of the following parts of the plant is used in the vegetative propagation? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് യൂസ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്നാണ് അത്. ഓപ്ഷൻ എ ലീവ്സ് ആൻഡ് സ്റ്റെം, ഓപ്ഷൻ ബി ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്, ഓപ്ഷൻ സി റൂട്ട് ആൻഡ് ഫ്ലവേഴ്സ്, ഓപ്ഷൻ ഡി ഫ്രൂട്ട് ആൻഡ് ഫ്ലവേഴ്സ്. ഓപ്ഷൻ എ ലീവ്സ് ആൻഡ് സ്റ്റെം ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ പാർട്സിൽ നിന്ന് ഗ്രോത്ത്, അതായത് പുതിയൊരു പ്ലാന്റ് റീജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. Select the incorrect statement related to tropism. Option A chemotropism, movement towards chemical. Option B geotropism, the response pull of earth gravity. Option C phototropism, movement towards water. Option D hydrotropism, movement towards water. ഈ ചോദ്യം നമ്മൾ ഇതിലെ ഓരോ ടേംസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഉത്തരം നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ സി ഫോട്ടോട്രോപ്പിസം ആണ്. അത് മൂവ്മെൻറ്റ് ടുവേർഡ്സ് ലൈറ്റ് ആണ്. Select the correct option related to the function of auxin in plant. ഓക്സിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന സംഭവം. ഓപ്ഷൻ എ make plant insect resistant. B increase in stem width, helps in cell growth longer, induce flowering. നമുക്കുണ്ട് ഓപ്ഷൻ സി സെൽ ടു ഗ്രോ ലോങ്ങർ. അപ്പോൾ പ്ലാന്റിൻ്റെ വിഡ്ത്തിൻ്റെ ഇൻക്രീസ് ചെയ്യുന്ന ഏതാണ്? മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് സെൽ. Pea plants climb on other plants or fences with the help of, അതായത് പീ പ്ലാന്റ്സ് പയർവർഗ്ഗത്തിൽപ്പെടുന്ന പ്ലാന്റ്സുകൾ ക്ലൈംബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ് ക്ലൈംബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റൂട്ട്, ഓപ്ഷൻ ബി സെപ്പൽസ്, ഓപ്ഷൻ സി പ്രിക്കിൾസ്, ഓപ്ഷൻ ഡി ടെൻഡ്രിൽസ്. ഓപ്ഷൻ ഡി ടെൻഡ്രിൽസ് ആണ് ഉത്തരം.
ഡാഷ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് പ്ലാന്റ് ലൂസ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വെപ്പർ. അതായത് പ്ലാന്റ് വാട്ടർ വെപ്പറിലൂടെ വാട്ടർ ലൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ട്രാൻസ്പിരേഷൻ, ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ടേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ഡി ഇംബൈബിഷൻ. ഓപ്ഷൻ എ ട്രാൻസ്പിരേഷൻ ആണ് പ്രോസസ്സ്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് വാട്ടർ വേപ്പറായിട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ്, അതായത് വാട്ടറോ അത് അല്ലെങ്കിൽ മെറ്റീരിയൽസോ മിനറൽസോ മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസിസ് ഓഫ് RNA ഫ്രം DNA. സിന്തസിസ് ഓഫ് RNA ഫ്രം DNA. അതുപോലെ ഇംബൈബിഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അതായത് ഇംബൈബിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് എന്താ വെച്ചാൽ, ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ വാതിലുകളിൽ ഒരു സൊള്ളൻ പ്രോസസ്സ് നടക്കും. അതാണ്, അതായത് വാട്ടർ കണ്ടൻറ്റ്, സർഫസിലിരിക്കുന്ന വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുക. ആ പ്രോസസ്സാണ് ഇംബൈബിഷൻ. ഓപ്ഷൻ ഡി, ഹൂ കോയിൻഡ് ദ term protoplasm, the fluid substance in the cell? Option A Virchow, option B Robert Brown, option C Purkinje, option D Robert Hooke. ഓപ്ഷൻ സി പെർക്കിൻജെ ആണ് പ്രോട്ടോപ്ലാസം ടേം ചെയ്തത്. വിർച്ചോവിൻ്റെ ഒരു ഷോർട്ട് പറഞ്ഞുതരാം. വിർച്ചോ എന്താണ്? ഫാദർ ഓഫ് മോഡേൺ പാത്തോളജിയാണ്. മോഡേൺ പാത്തോളജീൻ്റെ ഫാദറാണ് വിർച്ചോ എന്ന് പറഞ്ഞാൽ. അതുപോലെ റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ നിന്ന്, അതായത് പ്ലാന്റ് സെൽ ഐഡൻറ്റിഫൈ ചെയ്ത ഫസ്റ്റത്തെ സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ. പ്ലാന്റ് സെല്ല് ഐഡൻറ്റിഫൈ ചെയ്ത ഫസ്റ്റ് സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് സെല്ല് ഐഡൻറ്റിഫൈ ചെയ്ത്, അത് എവിടെ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്ത്? ഫസ്റ്റ് സെല്ല് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് കോർക്കിൽ നിന്നാണ്. വിച്ച് സെൽ ഓർഗനൈസേഴ്സ് serves as the channel for transport of material between various regions of cytoplasm? Option A mitochondria, option B lysosome, option C endoplasmic reticulum, option D chloroplast. ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് ഉത്തരം. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ. ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂയിസൈഡൽ ബാഗ്സ്. ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഫോട്ടോസിന്തസിസ്. The flexibility of plant is due to, അതായത് പ്ലാന്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് കാരണമായ സെൽസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്ക്ലീറൻകൈമ, ഓപ്ഷൻ ബി കോളൻകൈമ, ഓപ്ഷൻ സി കാമ്പിയം, ഓപ്ഷൻ സി പാരൻകൈമ. ഓപ്ഷൻ ബി കോളൻകൈമയാണ് ഉത്തരം. കോളൻകൈമ സെൽസാണ് പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. സ്ക്ലീറൻകൈമ എന്താണ്? സപ്പോർട്ടാണ് കൊടുക്കുന്നത്.
ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുന്ന ഒരു ടൈപ്പ് സെല്ലാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുന്ന ഒരു ടൈപ്പ് സെൽസാണ് ക്യാമ്പിയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ബയോളജിയിലെ പ്ലാന്റ്സിൻ്റെ സെക്ഷനിൽ നിന്നാണ്. അതുപോലെ ഇനി നമ്മൾ ആനിമൽസിൻ്റെ സെക്ഷനിൽ നിന്നും, അതായത് ബോട്ടണി സുവോളജി സെക്ഷനിൽ നിന്നും, അതുപോലെ തന്നെ ബാക്കിയുള്ള സയൻസ് ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ബാക്കിയുള്ള ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ.